ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ടാണ്. കുറച്ച് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ തുടരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരാളുടെ മൈൻഡിനെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരാളുടെ മൈൻഡ്, അതായത് മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈ കമൻസിൽ വരാറുണ്ട്, മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് കുറച്ച് സങ്കീർണത വരുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വേറൊന്നുമല്ല, കാരണം മനസ്സെന്ന് പറയുന്നത് ഒരുപാട് വിശാലമായിട്ട് കിടക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയാണ്. നമ്മളത് ഒരു 0.1 എന്ന് പറയുന്ന ഒരു ലെവലിലായിരിക്കും ചിലപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു 0.1 എത്തുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് എവിടേക്കോ എന്തൊക്കെയോ ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ ഫീൽ ചെയ്യുന്നു, എന്തൊക്കെയോ ഒരു ഭയം, ഒരു ഫിയർ പോലെ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം അവർക്ക് കുറേ ഡിഫിക്കൽട്ടീസ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറേ അധികം ഡിഫിക്കൽട്ടീസ് പോലെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. കാരണം നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് എളുപ്പമുള്ളതായിട്ട് വരുന്നത്, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വലിച്ചഴിച്ചിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാം? ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ഇത് മറ്റൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ ഡാർക്ക് സൈക്കോളജി പോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പറയുന്ന ടിപ്പുകൾ ദുരുപയോഗം ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക്, നമ്മൾ ഏതൊരു കാര്യം ദുരുപയോഗം ചെയ്യാൻ, അത് മിസ്യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് വിജയം ഉണ്ടല്ലോ, വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അർഹതയില്ലാത്ത നമ്മൾ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ, ഒരുപാട് നേരം അതിൻ്റെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ചില പോയിൻറ്റ്സൊക്കെ ഞാൻ വിട്ട് പോകും കേട്ടോ. അപ്പോൾ മിക്കതും ഞാൻ ചിലതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത് എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലത് വിട്ടുപോകും, അടുത്ത വീഡിയോയിൽ പിന്നെ അത് പെൻഡിങ് ആക്കി ഇടേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഓർത്തിങ്ങനെ ജസ്റ്റ് പെട്ടെന്നെടുത്ത് എനിക്ക് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ സാധാരണ ഞാൻ ബുക്കിനേക്കാളും നോട്ട് ചെയ്യുന്നത് പെട്ടെന്ന് കൈയാണ് കേട്ടോ. സോ കയ്യിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരാളെ നമുക്ക് എങ്ങനെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർ ഓഫ് സൈലൻസ്. നിങ്ങൾക്കറിയാം, നിശബ്ദത. എല്ലാ മനുഷ്യർക്ക് നിശബ്ദത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫിയറാണ്, അതായത് ഒരു ഭയമാണ്. അവരിൽ വല്ലാത്തൊരു പേടി ഉണർത്തുന്ന ഒന്നാണ് നിശബ്ദത. 10 പേര് കൂടി നിൽക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ടിരിക്കും, പക്ഷേ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനെ സൈലൻസ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരും. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ പവർ ഓഫ് സൈലൻസിനെ കുറിച്ചാണ്. സൈലൻസിന് ഒരു പവർ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്ന ഈ പവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസിനാണെങ്കിലും, നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിനാണെങ്കിലും, റിലേഷൻഷിപ്പിലാണെങ്കിലും എവിടെയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് പവർ ഓഫ് സൈലൻസ്. ഇനി ഇതെങ്ങനെയാണെന്ന് പറയാം. ഞാൻ ഒരാളുടെ മുന്നിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ നിൽക്കുകയാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്. അപ്പോൾ അയാളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ആൾക്ക് എന്താണ്, അവിടെ അയാൾ എന്തെങ്കിലുമൊക്കെ ഇവനെന്ന് ഞാൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ജയിച്ചു പോവാം പറ്റുമെന്നൊരു മെൻറ്റാലിറ്റി വരും. അപ്പോൾ നമ്മൾ ഈ പവർ ഓഫ് സൈലൻസിൽ നമ്മൾ ഒരാളുടെ മുന്നിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, അയാൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മുടെ ഐ കോണ്ടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. അതായത് നമ്മുടെ കണ്ണുകൾ വളരെ ഷാർപ്പായിട്ട്, ഇപ്പം ഞാനൊരു കാര്യം കേൾക്കുകയാണ്, വളരെ ഷാർപ്പായിട്ട് തന്നെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണുകൾ എപ്പോഴും ആ ഓപ്പോസിറ്റ് പറയുന്ന പേഴ്സണിലേക്കായിരിക്കും എൻ്റെ ഐബോളുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എങ്ങോട്ടും ഞാൻ അവിടെ ശ്രദ്ധ കൊടുക്കുന്നില്ല. പറയുന്ന കാര്യം എൻ്റെ കണ്ണുകളും എൻ്റെ തലച്ചോറുമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കേൾക്കുന്നത്. അപ്പോൾ പുള്ളി ആ കാര്യം പറയുന്നു, അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഇതാണ് ഈ ഒരു വസ്തു ഇങ്ങനെയാണ്, വസ്തുവിൻ്റെ വിൽപ്പനയുടെ കാര്യമായിരിക്കും ഞാൻ പറയുകയാണേ.
ഇപ്പം ഇതാണെന്ന് പറയുന്നു, പെട്ടെന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ അവിടെ ഇത് കേട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു സൈലൻ്റ് കാണുമ്പോൾ പുള്ളിയുടെ മൈൻഡ് അല്ലെങ്കിൽ പുള്ളിയുടെ തലച്ചോറ് അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു സൈലൻ്റ് കാണുമ്പോൾ, അതായത് ഞാൻ മിണ്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ ആ ഒരു സൈലൻ്റ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പറയാമെന്നൊരു ടെൻഡൻസി വരും. മനസ്സിലായോ? അതായത് ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ ഷാർപ്പായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ മൈൻഡിൽ ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കാൾ ഉപരി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് എൻ്റെ നിശബ്ദത പുള്ളിയിൽ എന്തെങ്കിലും ഒരു ഭയമോ അല്ലെങ്കിൽ ഫിയറോ അല്ലെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനായിട്ട് തോന്നിപ്പിക്കും. അതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അവിടെ ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സണ് സൈലൻ്റ് വരുമ്പോൾ നമ്മൾ തുടരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ പറയാറുണ്ട്, ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ഒരിക്കലുമല്ല. ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു സൈക്കോളജി ആ ഒരു മെയിൻ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കും, മറ്റൊരാൾ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കും, എന്താണ് എങ്ങനെയാണ് എല്ലാം വളരെ കാമായിട്ട് നിരീക്ഷിക്കും. അതാണ് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിൽ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളൊരു ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ, അപ്പോൾ സർ ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും സർ ഇതിനെപ്പറ്റി എന്ന് ഞാൻ കണ്ണിൽ നോക്കി ചോദിക്കുമ്പോൾ പുള്ളി ആദ്യം പറയും, ഇതിങ്ങനത്തെ കമ്പനിയാണ്, ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സാലറി എന്ന് പറയുമ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കേട്ട് ഒന്ന് ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ ചിരിയല്ല, നോർമൽ ഒരു കാഷ്വൽ ചിരി, ഓക്കെ, ഇങ്ങനെ ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും എൻ്റെ ഒരു സൈലൻ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്തൊക്കെയോ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. ബ്രെയിൻ കോംപ്ലിക്കേറ്റഡ് ആയി അയാളുടെ മനസ്സറിയാതെ അവിടെ തലച്ചോറ് പ്രവർത്തിച്ച് വായിലൂടെ സംഭാഷണം വരും. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ കിട്ടും. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക്, അതായത് പവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ഫ്രണ്ട്, ആരടുത്താണെങ്കിലും സംസാരിക്കുമ്പോൾ അവൻ ഇച്ചിരി നേരം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നിങ്ങളിങ്ങനെ മിണ്ടാതെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അവൻ പറയാൻ ആഗ്രഹിക്കാത്ത ചിലപ്പോൾ കാര്യം പോലും നമ്മുടെ അടുത്ത് പറഞ്ഞു പോകും. ഫസ്റ്റ് കാര്യമാണ് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് കാര്യമാണ് പവർ ഓഫ് സൈലൻസ്. നിങ്ങൾ ഓപ്പോസിറ്റ് ഒരാൾ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, പറയുന്നത് ഫുള്ളും കേൾക്കുക. പിന്നെ റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ്, ഒരു 3 മിനിറ്റ് മുതൽ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഇടവേള കൊടുത്ത ശേഷം നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അതായത് അത് പറഞ്ഞ് അയാൾ നിർത്തിയ ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഐബോൾ എന്ത് ചെയ്യുക, ഷാർപ്പായിട്ട് നോക്കിയ ശേഷം ഇങ്ങനൊരു ആക്ഷൻ ഉണ്ടോ, ഒരു കണ്ണിൻ്റെ ഐബോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കുമ്പോൾ അവരിലേക്കൊരു സംശയം വരും, ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ഇനി എന്തെങ്കിലും കൂടുതൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ബാക്കി ഉള്ള കാര്യങ്ങളോട് ചിലപ്പോൾ എന്ത് ചെയ്യും, പുറത്ത് പറയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ്, ഞാൻ അയാളെ മൈൻഡ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൈകളിലാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡ്. എങ്ങനെയാണ്? പവർ ഓഫ് സൈലൻസ് വഴിയാണ് ഫസ്റ്റ് തിങ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നെയിം പവർ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ പേരിന് ഒരു പവറുണ്ട്, അതായത് ഒരു ശക്തിയുണ്ട്. നമ്മൾ ഇപ്പം എൻ്റെ പേര് ചിന്നു എന്നാണെങ്കിൽ ചിന്നു എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവിടെ മെൻ്റലി ഒന്ന് കണക്റ്റഡ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എടേ നീ ഇന്ന് വരണേ, അവിടെ പോവാൻ നീ ഇന്ന് വരണേ എന്ന് പറയും. അത് ഒന്നാമത്തെ കാര്യം. ചിന്നു നീ ഇന്ന് വരണേ എന്ന് പറയുമ്പോൾ ചിന്നു, അതായത് നമ്മുടെ പേര് വിളിക്കുമ്പോൾ അതിലൊരു പവറുണ്ട്. അതായത് നോർമലി നമ്മൾ പേര് വിളിക്കാതെ പറയുമ്പോൾ നമുക്കവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡ്, നമ്മളിവിടെ പറയുന്നത് സൈക്കോളജിക്കൽ ഒരു ഫാക്ടറാണ്. പേര് വിളിച്ച് ഒരാൾ പറയുമ്പോൾ ആ പേരിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കണക്ഷൻ വരും. അതായത് പേഴ്സണൽ കണക്ഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണെങ്കിലും അത് റെസ്പെക്റ്റോടുള്ളൊരു വിളിയുണ്ടല്ലോ, ആ ഒരു വിളിയിൽ നമ്മളവിടെ കൊടുക്കുകയാണ്, ഹേ മിസ് ചിന്നു എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ആ പേര് വിളിച്ച് പറയുമ്പോൾ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു. ആ കണക്ഷനിൽ 2 പേരുടെ മൈൻഡ്, ഇപ്പം ഞാൻ അയാളുടെ മൈൻഡ് എന്ത് ചെയ്യുകയാണ്, സെക്കൻഡായിട്ട് ഞാൻ കൺട്രോൾ ചെയ്തു. ഒന്നാമത് ഞാൻ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് എൻ്റെ പവർ ഓഫ് സൈലൻസ് കൊണ്ടാണ്. രണ്ടാമത് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് പവർ ഓഫ് നെയിം കൊണ്ടാണ്, നെയിം പവർ കൊണ്ടാണ്. ആ നെയിം പവർ എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഞാൻ പേര് വിളിച്ചിരിക്കുകയാണ്, കിരൺ നാളെ വരണേ എൻ്റെ കൂടെ, എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, നീ വന്നേ പറ്റൂ കേട്ടോ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്, അതായത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പേര് വിളിക്കുമ്പോൾ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ ഒരു പ്രാവശ്യമേ പേര് വരാവൂ. അല്ലാതെ കിരൺ നാളെ വരണേ, കിരൺ ഇന്ന് ഫുഡ് കഴിക്കണേ, കണ്ടിന്യൂസ് പറയുമ്പോൾ അത് ഓവർ ആക്ടിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓവർ ആക്ടിങ് ഫീൽ ചെയ്യുമ്പോൾ ബ്രെയിൻ തിരിച്ച് പ്രതികരിക്കും. എങ്ങനെയാണ്? അദ്ദേഹത്തിന് നിങ്ങളോട് ഒരു അകൽച്ച ഫീൽ ചെയ്യും.
അയ്യോ ഇതെന്തുവാ ഇത് എന്നുള്ളൊരു ഫീല് തോന്നും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെയിം പവറാണ്. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോഴോ ഈ നെയിം പവർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മിസ്മാച്ചിങ് ഓഫ് മിററിങ് എന്ന് പറയാറുണ്ട്. മിസ്മാച്ചിങ് ഓഫ് മിററിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഓപ്പോസിറ്റ് എൻ്റെ ഒരു ബെസ്റ്റ് നിൽക്കുകയാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിൽക്കുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിൽക്കുകയാണ്, എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ നിൽക്കുകയാണ്. അപ്പോൾ ആ പാർട്ട്ണർ നിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് സംസാരിക്കുകയാണ്. ആക്ഷൻ കാണിച്ച് സംസാരിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ കാണിച്ചപ്പം ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തല ചൊറിഞ്ഞ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്കും എന്ത് ചെയ്യും, നമുക്കും ഇയാൾ കാണിക്കുന്ന അതേ ചേഷ്ട നമുക്കും കാണിക്കാനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത കാര്യം കഴിഞ്ഞ ശേഷം മൂന്നാമത് ചെയ്യേണ്ടത്, ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മിസ്മാച്ചിങ് ഓഫ് മിറർ. അതായത് മിസ്മാച്ചിങ് ഓഫ് മിറർ, ഒരു മിററിൽ നമ്മൾ എങ്ങനെയാണ് പ്രതിബിംബം കാണിക്കുമ്പോൾ, ഞാൻ കണ്ണാടിയിൽ എൻ്റെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ തിരിച്ചതുപോലെ തന്നെ കാണിക്കാൻ ശേഷിയുള്ളതാണ് എന്ത്, കണ്ണാടി. അത് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കാണിച്ച അതേ കാര്യം എന്ത് ചെയ്യുന്നു, 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ടു 5 സെക്കൻഡ് വരെ നിങ്ങളെ കാണിച്ച കാര്യം ഇതിൻ്റെ ഇടവേളകളിൽ എപ്പോഴെങ്കിലും 1 2 വട്ടം അദ്ദേഹത്തിന് കാണിച്ച ഏതെങ്കിലും ഒരു ചേഷ്ടകളിലൊന്ന് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക. അതായത് അദ്ദേഹം ഒരു ബിസിനസ് പാർട്ട്ണറാണ്, ഓക്കെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൈയുടെ വിരൽ മൂവ്മെൻറ്റ്സോ എന്താണെങ്കിലും, അപ്പോൾ ഞാൻ തിരിച്ച് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സർ കറക്റ്റാണ് സർ, ആക്ച്വലി അത് പറഞ്ഞ കാര്യം കറക്റ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് അദ്ദേഹം കാണിച്ച ആ ചേഷ്ട തന്നെ കാണിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ വരും. അദ്ദേഹം അറിയാതെ, നമ്മളറിയില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളറിയില്ല, നമുക്ക് പക്ഷേ മൈൻഡ് പവർ ഉണ്ടെങ്കിൽ, ഡാർക്ക് സൈക്കോളജി നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന് അവരുടെ മൈൻഡ് കൺട്രോൾ വരും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം, മിസ്മാച്ചിങ് ഓഫ് മിററിങ്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ബിഹേവിയർ കൊണ്ട്, അയാൾ കാണിക്കുന്ന അതേ ചേഷ്ട കൊണ്ട് 2 സെക്കൻഡിനോ അല്ലെങ്കിൽ 5 സെക്കൻഡിനോ ഉള്ളിൽ അതേ ചേഷ്ട നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അതായത് അയാളിൽ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അയാൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ? അയാളുടെ കണ്ണുകൊണ്ട് അയാൾക്ക് കാണാൻ പറ്റും ഈ കാണുന്ന കാഴ്ച. അപ്പം മനസ്സ് തമ്മിലൊരു കണക്ഷൻ വരും. ഇത് ഞങ്ങൾ തമ്മിൽ സെയിം വൈബാണല്ലോ. ഒരു വട്ടവും കൂടെ പറയാണ്, ഇത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്, മിസ്യൂസ് ചെയ്യരുത്. അങ്ങനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യം അത്ര ബലമാവത്തില്ല, അഥവാ ബലമായി തന്നെയും അത് ഒരുപാട് കാലം നിലനിൽക്കുകയുമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മിസ്മാച്ചിങ് ഓഫ് മിററിങ്, ഒരാൾ കാണിക്കുന്ന ചേഷ്ട ഒരു 2-3 സെക്കൻഡിനുള്ളിൽ കാണിക്കുക, പക്ഷെ അത് ഓവർ ആക്ട് ചെയ്യാതിരിക്കുക. അയാൾ ഇപ്പോൾ തലചൊറിയാണെങ്കിൽ നിങ്ങളിങ്ങനെ തലചൊറിഞ്ഞ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കുന്ന കണക്കിരിക്കും. അപ്പോൾ മിസ്മാച്ചിങ് എന്ന് പറയുമ്പോൾ വളരെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള എന്ത് മിസ്മാച്ചിങ് ആണ് അദ്ദേഹം ചെയ്യുന്നത്, എന്ത് ബിഹേവിയറാണ് ചെയ്യുന്നത് എന്ന് വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഒരു ഓഫീസർ നിൽക്കുന്നതെങ്കിൽ ആ സ്റ്റാൻഡേർഡ്, അദ്ദേഹത്തിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ്, അതെല്ലാം നിങ്ങൾ പതിയെ ഏതെങ്കിലും 1-2 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആക്ട് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം, മിസ്മാച്ചിങ് ഓഫ് മിററിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കൺഫ്യൂസിങ് ടെക്നിക്കാണ്. അതായത് കൺഫ്യൂസിങ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ രാവിലെ ഒരു കല്യാണത്തിന് പോയി, ഓക്കെ. അപ്പം ഞാൻ ഉടുത്തൊരുങ്ങി കല്യാണത്തിനൊക്കെ പോയി കല്യാണത്തിന് ഇങ്ങനെ ഇറങ്ങി ബാഗൊക്കെ ഇട്ട് ഇറങ്ങി ഞാൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഞാനൊന്ന് ആലോചിക്കുകയാണ്, ദൈവമേ ഗ്യാസ് ഓഫാക്കിയോ, അയ്യോ ഓഫാക്കിയില്ലെന്ന് തോന്നുന്നല്ലോ, ഇനിയിപ്പോൾ സമയമായല്ലോ, ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ എങ്ങനെ കയറും, നോക്കണോ വേണ്ടായോ, കൺഫ്യൂസിങ്. മനസ്സിലായല്ലോ? ഇതാണ് കൺഫ്യൂസിങ് ടെക്നിക്ക്. അതായത് കൺഫ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറയും സമയമാവാറായി എന്ന മൈൻഡ് പറയും, നോക്കണ്ട, അല്ലല്ല ഞാനവിടെ പൂട്ടിയിട്ടുണ്ടായിരുന്നു ഉറപ്പാ എന്ന് പറഞ്ഞാൽ നീ തിരിച്ചെന്ത് ചെയ്യുന്നു, കല്യാണത്തിന് പോകുന്നു. അപ്പോൾ കൺഫ്യൂസിങ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, ഒരു ബിസിനസ് പാർട്ണർ ആണെങ്കിൽ എന്താണെങ്കിലും അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാവും. ഒരു കോൺട്രാഡിക്ഷൻ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരാൾ, ഇത് എന്തോ ചെയ്യും, ഇത് എങ്ങനെയാണ്, ഇത് ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മൈൻഡിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ ഓക്കെ ആപ്പിക്കുകയാണ്. അതായത് ഓക്കെ പറയുകയാണ്, ഈ ഒരു ബിസിനസ് ഇത് ഓക്കെ ആണോ, ഇത് ഓക്കെ ആന്നേ,
ഇത് പെർഫെക്റ്റ് ആണ്, സംഭവം ഇത് പെർഫെക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൺഫ്യൂസ് വന്നു, എനിക്കിത് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വസ്തു വിൽപ്പനക്കാരൻ വരുവാണ്, അപ്പം ഈ വസ്തു എന്ന് പറയുന്നത് എനിക്കൊരു ഡൗട്ടുണ്ട്, ഇവിടെ വെള്ളമൊക്കെ കയറുമോ? അപ്പം നമ്മുടെ മൈൻഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് റീറൈറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നു. എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത്? അതായത് ഇല്ല, ഇവിടെ ഓക്കെയാണ്, ഇവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്. അതായത് ആ പറയുന്ന കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വഴി തിരിച്ച് വിടുന്നു. ഇപ്പോൾ വെള്ളം ഒരു ചാലിൽ കൂടെ വെള്ളം വരികയാണ്, അപ്പോൾ ആ നേരെ പോകുന്ന ചാലിൽ നിന്ന് നമ്മൾ വഴി തെറ്റിച്ചൊന്ന് വിടുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യുന്നു, റൂട്ട് തിരിഞ്ഞു പോകും. മനസ്സിലായോ? അതുപോലെ മനുഷ്യൻ്റെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള തലച്ചോറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തലച്ചോറിനെ പല വഴിയിലോട്ട് നമ്മൾ കടത്തിവിട്ട് കാര്യം സാധിപ്പിക്കുന്ന രീതി. മനസ്സിലായോ? ഇതാണ് കൺഫ്യൂസിങ് ടെക്നിക്ക്. നമ്മൾ അദ്ദേഹത്തിനൊരു കൺഫ്യൂസിങ് ഉണ്ടായി, ഒരു കാര്യത്തിൽ കൺഫ്യൂസിങ് ഉണ്ട്, വസ്തുവിൻ്റെ കാര്യം. ഓക്കെ, അയ്യോ ഇത് പറ്റത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ, ഇത് എടുക്കത്തില്ല എന്ന് തോന്നുന്നു, ഇത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ശരിയാക്കുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ റീറൈറ്റ് ചെയ്ത് അവിടെ കൊടുക്കണം. അതായത് എൻ്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇതെനിക്ക് വിൽക്കണം, ഈ ഒരു വസ്തു എനിക്ക് വിൽപ്പന നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് നടത്തിയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ റീറൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അവിടെ ഒരു പോസിറ്റീവ് കൊടുക്കുന്നു. ഇതിവിടെ ഉണ്ട്, ഇത് അടിപൊളിയാട്ടോ, പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാൾ ഇവിടുത്തെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ഇതായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഓവർ ആക്ട് ചെയ്യരുത്. പറയുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്, ആ സിറ്റുവേഷൻസിൽ ഇടവേളകളിൽ വെച്ച് മാത്രം. അതായത് ഒരു വട്ടം ആക്ട് ചെയ്യുക, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി കൊള്ളാം, ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് അത് നോക്കിയപ്പോൾ എനിക്ക് നിങ്ങളിത് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ബിസിനസ്, ഈ ഒരു ബിസിനസ് കൊള്ളാം കേട്ടോ, നമുക്ക് നല്ല പ്രോഫിറ്റാണ്, സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, ഇനി ബാക്കി ഇതിൻ്റെ കണക്കിരിക്കും, ഞാനൊന്നും പറയുന്നില്ല, നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അവൻ്റെ മൈൻഡ് റീറൈറ്റ് ചെയ്യും. ഇവൻ പറഞ്ഞല്ലോ ഇങ്ങനെ, എന്ത് ചെയ്യാം എന്ന് പറയുന്ന അവിടെ ഒരു 50% എങ്കിലും മൈൻഡ് എന്ത് ചെയ്യും, പതിയെ അതിലേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഫേസിങ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, ഫ്യൂച്ചർ ഫേസിങ്. അതായത് നമ്മൾ ഒരു ബിസിനസ് കാര്യം അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കാര്യം, നമ്മളൊരു ജോബ്, എനിവേ എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ ഓപ്പോസിറ്റുള്ള ഒരാൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഒരാൾ വിജയിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഒരു എക്സാം എഴുതുകയാണ്, അപ്പോൾ അയാൾക്ക് നമ്മൾ ഫ്യൂച്ചർ ഫേസിങ് കൊടുക്കുകയാണ്. അതായത് ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യത്തെ ഫേസ് ചെയ്തുകൊണ്ട് നടപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിനക്ക് സക്സസ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ്. അതായത് എൻ്റെ അടുത്ത് ഒരാൾ പറയുകയാണ്, നീ എക്സാം എഴുത്, നീ ജയിക്കുവളിയാ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഒരാശയമാണ് ഞാൻ ജയിക്കും എന്നവിടെ പറയുമ്പോൾ എനിക്കത് ആ ഒരു ആശയം കിട്ടിയപ്പോൾ എൻ്റെ മൈൻഡിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി വർക്കൗട്ടായി. ആ പോസിറ്റീവ് എനർജി എന്നെ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞു. അവൻ പറയുന്ന രീതിയിൽ ഞാൻ കേൾക്കും അവസാനം, അത് ഉറപ്പാണ്. അതായത് ഞാനിങ്ങനെ അവൻ പറയുകയാണ്, നീ ഇത് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നീ നീല ഡ്രസ്സ് ഇട്, നിനക്ക് നീല ഡ്രസ്സ് നന്നായിട്ട് ചേരും, അടിപൊളിയാട്ടോ, നീ നീല ഡ്രസ്സ് കഴിഞ്ഞ ദിവസം ഇട്ടില്ലായിരുന്നോ, നല്ല രസമായിരുന്നു കേട്ടോ, നീ ഒന്ന് ഇട്ട് നോക്കേ എന്ന് പറഞ്ഞ് നമ്മൾ ആ സ്പോട്ടിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു. എന്നിട്ട് വേറെ കാര്യം നമ്മൾ സംസാരിക്കുന്നു. പിന്നെ ആ കാര്യത്തെപ്പറ്റി നമ്മൾ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ആക്ട് ചെയ്യുമെന്ന് പൊളിയും. അപ്പോൾ നമ്മൾ പറയുന്നില്ല ആ ഒരു കാര്യം, നീ നീല ഇടണേ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാൻ പോവാണ്, നീ ആ ഡ്രസ്സ് വാങ്ങിച്ചാൽ കൊള്ളാം, എനിക്ക് ചേരുവടെ എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ ആ കാര്യം അങ്ങ് വിട്ട് കളയാണ്. അപ്പോൾ അവിടെ മൈൻഡ് ഫ്യൂച്ചർ ഫേസിങ്ങിലോട്ട് കിടക്കുകയാണ്. അവൻ്റെ തലച്ചോറ് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അതായത് ഞാൻ വേറെ 10 ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാലും, എനിക്കിഷ്ടമുള്ള 10-12 ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാലും എൻ്റെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് വെച്ചാൽ, അതായത് അവൻ സ്ട്രൈക്ക് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സ് അവിടെ ഉണ്ട്, ആ ഡ്രസ്സിലേക്കായിരിക്കും എപ്പോഴും എനിക്കൊരു സൗന്ദര്യം തോന്നുന്നത്. മനസ്സിലായോ? അടുത്ത 5ാമത്തെ ട്രിക്ക് ഇതാണ്, ഫ്യൂച്ചർ ഫേസിങ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രിക്ക് തന്നെയാണ് ഫ്യൂച്ചർ ഫേസിങ്. അതായത് ഞാൻ അവിടെ എഫക്റ്റ് ചെയ്ത് കൊടുത്തു, അതായത് ഞാൻ അവിടെ ഒന്ന് എറിഞ്ഞു കൊടുത്തു, അത് നിനക്ക് സൂപ്പറാണ് എന്ന് പറയുമ്പോൾ എൻ്റെ നോട്ടം അങ്ങോട്ടേക്ക് പോകുന്നു. ആ സാധനം എന്താണ്, എൻ്റെ മൈൻഡിൽ ഉറയ്ക്കുന്നു. അവിടെ ഒരു പോസിറ്റീവ് എനർജി അവനെനിക്ക് തന്നു. ആ എനർജി വഴി എൻ്റെ മൈൻഡിൽ ആ ഡ്രസ്സ് സൂപ്പറാണെന്ന് ഞാൻ അറിയാതെ എൻ്റെ മൈൻഡ് ഉറപ്പിക്കുന്നു. അതായത് അവൻ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്തു വെച്ചു, ആ ഡ്രസ്സ് സൂപ്പറാണ്, കൺട്രോൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ 10 ഡ്രസ്സ് ഇവിടെ എടുത്തുകൊണ്ട് വരുമ്പോഴും ആ നിറം ഉണ്ടല്ലോ, ആ നിറം എൻ്റെ കണ്ണുകളിൽ തന്നെ
ഇങ്ങനെ നിൽക്കും, നമ്മൾ അറിയാതെ നിൽക്കും. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അവസാനം നമുക്ക് എന്ത് ചെയ്യും, ആ ഡ്രസ്സ് എടുക്കേണ്ടി വരും. പറഞ്ഞല്ലോ സൂപ്പറാണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് നമ്മൾ ഫ്യൂച്ചർ ഫേസിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു വിധത്തിലുള്ളൊരു ശാഖ എന്ന രീതിയിൽ നിന്ന് പല കൈവഴികളായിട്ടാണ് നമുക്ക് സൈക്കോളജി കിടക്കുന്നത്. ഒരാളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതികളിൽ പല വിഷമങ്ങളുള്ളവർക്ക് അവരുടെ പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റും. പല നല്ല കാര്യങ്ങളും ഇപ്പോൾ ഞാനിപ്പോൾ പവർ ഓഫ് സൈലൻസ് പറഞ്ഞു. അതായത് പവർ ഓഫ് സൈലൻസ് ആൻസൈറ്റി വരുത്തും. നിങ്ങൾക്കറിയാമോ, ഒരു പവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് ആൻസൈറ്റി വരുത്തും. എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാളെ ഞാൻ അയാളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, എടേ നീ എന്തിനാണ് അവളുടെ അടുത്ത് അടി കൂടുന്നത്, 24 മണിക്കൂർ അവളുടെ അടുത്ത് അടി കൂടുന്നല്ലോ, ഇത് ശരിയല്ല കേട്ടോ. അപ്പോൾ അവൻ അവളെപ്പറ്റി പറയുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഷാർപ്പ് ലുക്ക് നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ആ കാര്യം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക് ഞാൻ ആക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ കാര്യം കേട്ടോണ്ടിരിക്കുമ്പോൾ അവനവിടെ പറഞ്ഞു തീർന്നു. അവൻ്റെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ടും ഞാൻ തിരിച്ചൊന്നും മിണ്ടുന്നില്ല എങ്കിൽ അവിടെ ഒരു സൈലൻസ് ആണ് വരുന്നത്. ഞാൻ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള അവൻ ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കും. ഞാൻ കൺട്രോൾ ചെയ്തു അവൻ്റെ മൈൻഡ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഞാൻ മിണ്ടുന്നില്ല, ഷാർപ്പ് ലുക്ക് നോക്കുക, കണ്ണ് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് നോക്കുക, ഇങ്ങനെ ഒന്ന് ചിരിക്കുക, ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല, അവൻ പിന്നെ ബാക്കി എന്ത് ചെയ്യും, അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ. മനസ്സിലായോ? അവളെക്കുറിച്ചുള്ള നല്ല കാര്യം ചീത്ത കാര്യം എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ആ സൈലൻറ്റ്, ആ 1 സെക്കൻഡ് ആയാലും 2 സെക്കൻഡ് ആണെങ്കിലും അവനിലുണ്ടാകുന്ന ആ സൈലൻറ്റ് അവൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു ആൻസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഭയം, ഒരു എന്തോ ഒരു ഉത്കണ്ഠ, അത് അവനിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്കണ്ഠയിൽ നിന്നും അവൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്താണോ പറയാതെ മൂടി വെച്ചിരുന്ന കാര്യങ്ങൾ, അതെല്ലാം പതിയെ പുറത്തു വരുന്നു. സോ നിശബ്ദത എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെയല്ല. നമ്മളൊരു ഇരുട്ടത്തിരിക്കുന്നു അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഭയം, ഇല്ലാത്ത കുറേ ഭയങ്ങൾ, കുറേ ഓവർ തിങ്കിങ്, പല കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്ത് കൂട്ടുന്നു. അപ്പോൾ ഈ പവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നതും ഫ്യൂച്ചർ ഫേസിംഗ് എന്ന് പറയുന്നതായാലും മിററിംഗ് ഒക്കെ ആണെങ്കിലും വളരെ വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ മിസ്യൂസ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിനാണെങ്കിലും മറ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കൂ. വളരെ ഈസിയസ്റ്റ് വേ ഓഫ് ടെക്നിക്ക് തന്നെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഡാർക്ക് സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു ടെക്നിക്കുകൾ. അതായത് ഒരാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഒരു പാർട്ട്ണർ, അവരെ നമ്മൾ ചീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എന്താണ്, നമ്മളിലേക്കൊന്ന് കൺട്രോൾ ചെയ്യിപ്പിക്കുകയാണ്. ചീറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ നമ്മളിലേക്ക് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം, മിസ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം, ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യവും ഒരിക്കലും എല്ലാ കാലവും നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ നമുക്ക് ലൈഫ് നന്നാവുന്നതിനും എല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സൈക്കോളജി രീതികൾ യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഒരാളുടെ മനസ്സാണ്, ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാനും ഒരാളുടെ മനസ്സിലെ നിഷ്കരുണം നമുക്ക് എടുത്ത് പുറത്ത് കളയാനും എളുപ്പമാണ്. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് കർമ്മ അല്ലെങ്കിൽ ബൂമറാങ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തെറ്റാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ അതിൻ്റെ ഫലം അനുഭവിച്ചേ പോകും. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. തെറ്റാ.